ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചക്കരമത്തെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിലോളം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനെടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ റിലേറ്റീവ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് പച്ചരി വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പച്ചരിപ്പൊടി ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ അരിപ്പൊടിയോ ചിലവർ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അതുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പച്ചരി വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ മുതിര ഇട്ടിട്ടാണ് ഇത് വെക്കുന്നത്. ഒരു 3/4 ഗ്ലാസ് മുതിര എടുത്തിട്ട് അതും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 5-6 മണിക്കൂർ നമുക്കൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. ഞാനൊരു 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മുതിരയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് കേകി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മത്തത്തിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പഴുത്ത മത്തത്തിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു റിസ്ക്കാണ് കേട്ടോ. ഇതുകൊണ്ട് ചിലർ പായസം ഉണ്ടാക്കുന്നതുണ്ട്, ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ട്, പല ഇതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഞാനൊന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. കുരുവും അതുപോലെ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. എന്താപ്പോൾ ഇനി പറയാം, അതൊക്കെ ഉണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാതും ഫുള്ളായിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കുക്കറിലാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഈ മുതിരയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കറിലാകുമ്പോൾ. നന്നായിട്ട് കേകിയിട്ട് ഞാനൊന്ന് വെള്ളത്തിൽ നിന്ന് വാരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കേകി വെച്ച മുതിരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 6 വിസിൽ വരും വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഈ മുതിരയും പിന്നെ മത്തത്തിൻ്റെ കഷ്ണവും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് അലിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഒന്നൊരു 6 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇത് കുതിർക്കാൻ വെച്ച അരി ഉണ്ടല്ലോ അതൊന്ന് അരച്ചെടുക്കാം. അരിപ്പൊടിയാണെങ്കിൽ പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം പാട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ആവശ്യമുണ്ട്. അപ്പോൾ അതും ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പം ഞാൻ 7 ശർക്കരയുടെ അച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ.
അപ്പോൾ അതും ഒരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മത്തനും മുതിരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചിലവർക്ക് ഇങ്ങനെ കഷ്ണം കടിക്കുന്നത് ഇഷ്ടമാവും. അപ്പോൾ പിന്നെ ഇതിങ്ങനെ കുത്തിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്കിത് കഷ്ണം കടിക്കുന്ന അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. മുതിരയൊക്കെ താഴെ കിടക്കുന്നുണ്ട് കേട്ടോ, അതോടെയില്ല. ഇത് മാത്രം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നുള്ള ഉപ്പും പാടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഏലക്കായ കുത്തിയിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, നല്ലവണ്ണം കുത്ത് വേണ്ട. ഒരു 2 ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കര പാനി ഇതിലേക്കൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കരയിലുള്ള കല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വേറെ ഒരുക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ. അത് പിന്നെ തിളച്ചും കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ച അരി അരച്ച് വെച്ച ഇതുമ്പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കുത്തും. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തേങ്ങ ചിരവിയതും പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് നല്ലവണ്ണം ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നല്ലവണ്ണം തേങ്ങയൊക്കെ ചേർത്തിട്ട് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനൊരു പാത്രത്തേക്ക് നമ്മുടെ ചക്കരമത്തന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂട് പോകുമ്പോഴേക്കും കണ്ടില്ലേ ഈ ഒരു രീതിക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആട്ടോ. മുതിര ഇട്ടിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എങ്ങനെ ഉണ്ടായിരുന്നല്ലേ കമൻറ്റ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ ഓക്കെ, ബൈ.